നമസ്കാരം. മൈമൻഡ് PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. കഴിഞ്ഞ 2.5 വർഷത്തെ ചോദ്യപേപ്പറുകൾ ഒന്ന് പരിശോധിച്ചേ. ആ ചോദ്യപേപ്പറുകൾക്കകത്ത് എല്ലാ ചോദ്യപേപ്പറുകളും സ്ഥിരമായി ഉൾപ്പെടുത്തുന്ന ഒരു ചോദ്യ വിഭാഗമുണ്ട്. അത് കഴിഞ്ഞ 2 വർഷത്തിനിടെ പ്രധാനമായി വന്ന സാഹിത്യ പുരസ്കാരങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. നമുക്കറിയാം, സ്ഥിരമായി PSC ചോദിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ വിട്ട് PSC പുറത്തേക്ക് പോകാൻ ഒരിക്കലും തയ്യാറാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ പാറ്റേൺ അനുസരിച്ച് നമ്മുടെ പഠനത്തെ ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, പ്രത്യേകിച്ച് പുരസ്കാരങ്ങളെ സംബന്ധിച്ച്. അതിൽ തന്നെ സാഹിത്യ പുരസ്കാരങ്ങൾ, അത് പുതിയതും പഠിക്കണം, അതോടൊപ്പം തന്നെ അതിൻ്റെ ചരിത്രവും അനുബന്ധ വിവരങ്ങളും നമ്മൾ നോക്കി വെക്കണം. ഈ ഒരു സെക്ഷനിൽ പ്രധാനമായും ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് സാഹിത്യ പുരസ്കാരങ്ങളും അനുബന്ധ വിവരങ്ങളും പിന്നെ പുതിയ അപ്ഡേറ്റ്സുമാണ്. ഓക്കെ അല്ലേ? നമുക്കൊന്ന് തുടങ്ങിയാലോ. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ തുടങ്ങുന്നത് എഴുത്തച്ഛൻ പുരസ്കാരത്തിൽ നിന്നാണ്. ഒരുപക്ഷെ PSC പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ പൊന്നും വിലയുള്ള മേഖല ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുത്തച്ഛൻ പുരസ്കാരമായിരിക്കും. കാരണം അത്രമാത്രം തവണയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് PSC ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. എന്താണ് എഴുത്തച്ഛൻ പുരസ്കാരം? മറ്റ് മുഖവരുകളില്ലാതെ ഞാൻ ഭാഗത്തേക്ക് വരുന്നു. നോക്കിയേ, കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഒന്നുകൂടെ, കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. മക്കളെ പഠിച്ചു വയ്ക്കുക, കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം. ഇത് ഏർപ്പെടുത്തുന്നത് 1993 ഏർപ്പെടുത്തിയത് 1993. പുരസ്കാര തുക 5 ലക്ഷം രൂപയാണ്. പുരസ്കാര തുക 5 ലക്ഷം രൂപ. അപ്പൊ 93 ഏർപ്പെടുത്തി, പുരസ്കാര തുക 5 ലക്ഷം രൂപ. നമുക്കറിയാം, മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛന്റെ പേരിലാണ് ഈ പുരസ്കാരം വരുന്നത്. ഓർത്തു വയ്ക്കുക, മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛന്റെ പേരിലാണ് ഈ പുരസ്കാരം വരുന്നത്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ചോദ്യം ഇത്രയേ ഉള്ളൂ: എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഈ ചോദ്യം 38/2024 കേരള PSC ചോദിച്ച ഒരു പ്രീവിയസ് ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം ഒന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കുക. ചോദ്യം ഒന്നുകൂടെ: എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏത് ജില്ല എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഏത് ജില്ലയാണ് എന്നൊന്ന് കമന്റ് ചെയ്തേക്കുക. നോക്കിയേ, അപ്പോൾ ആ എഴുത്തച്ഛന്റെ പേരിലാണ് പുരസ്കാരം നൽകുന്നത്. 5 ലക്ഷം രൂപ പുരസ്കാര തുക. പുരസ്കാരം നൽകുന്നത് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക്. പുരസ്കാരം നൽകുന്നത് സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക്. ഒന്നുകൂടെ, പുരസ്കാരം നൽകുന്നത് സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. ഭാഷാ പണ്ഡിതനും വിമർശകനും നിരൂപകനുമായുള്ള ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് ആദ്യ ജേതാവ്. ഒന്നുകൂടെ, 1993 ആദ്യ ജേതാവ് ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. ശൂരനാട് കുഞ്ഞൻപിള്ള. അപ്പൊ നമുക്ക് എന്തറിയണം? 2025 ജേതാവിനെ അറിയണം. കാരണം 2025 കറണ്ട് അഫയർ ആണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിരിക്കുന്നത് KG ശങ്കരപിള്ള. KGയെ കുറിച്ച് മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഓർത്തു വയ്ക്കാൻ, 2025 ജേതാവ് KG ശങ്കരപിള്ള. പക്ഷെ കഴിഞ്ഞ 3 വർഷത്തെ ചോദ്യപേപ്പറുകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെട്ടത് 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവിനെ കുറിച്ചാണ്. ഒന്നുകൂടെ, കഴിഞ്ഞ 3 വർഷം ഏറ്റവും കൂടുതൽ ചോദിച്ചത് 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. ഒരുപക്ഷെ അതിനൊറ്റ കാരണമേ ഉള്ളൂ, ആ പേര് P വത്സല എന്നായതുകൊണ്ടാണ്. ഒന്നുകൂടെ, അതിനൊറ്റ കാരണമേ ഉള്ളൂ, ആ പേര് P വത്സല എന്നായതുകൊണ്ട് തന്നെയാണ് P വത്സല. വയനാടിന്റെ കഥാകാരി എന്നും തിരുനെല്ലിയുടെ കഥാകാരി എന്നും അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ് P വത്സല. എങ്ങനെയൊക്കെ അറിയപ്പെടുന്നു? വയനാടിന്റെ കഥാകാരി, തിരുനെല്ലിയുടെ കഥാകാരി. അപ്പൊ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ വീണ്ടും ഒരു ചോദ്യം തരട്ടെ. ചോദ്യം ഇങ്ങനെയാണ്: P വത്സലയുടെ ആത്മകഥ ഏതാണ്? P വത്സലയുടെ ആത്മകഥ ഏതാ? 2025 24 PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചോദ്യം. സോ ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കുക. ചോദ്യം ഇങ്ങനെയാണ്: P വത്സലയുടെ ആത്മകഥ ഏതാണ്? ഓർക്കുക, തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്ന P വത്സലയുടെ ഏറ്റവും ശ്രദ്ധേയമായ നോവലായിരുന്നു നെല്ല്. ഓക്കെ അല്ലേ? നെല്ല് ആരുടെ നോവലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P വത്സല. ഓർക്കണം, മല്ലനും മാരയും രാഘവൻ നായരും ഒക്കെയാണ് അതിലെ കഥാപാത്രങ്ങൾ. അല്ലെങ്കിൽ മല്ലൻ, മാര എന്നിവർ കഥാപാത്രമാകുന്ന നോവൽ ഏത് എന്ന് ചോദിക്കും. ഉത്തരം നെല്ലാണ്. പഠിച്ചു വെച്ചോണേ. ഓക്കെ അല്ലേ? ഇപ്പൊ 2025 ഇപ്പോഴത്തെ ജേതാവ് ആരാണ്? KG ശങ്കരപിള്ള. മക്കളെ ഒന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞു 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് ആദ്യ ജേതാവ്. രണ്ടാമത്തെ ജേതാവ് തകഴി ശിവശങ്കരപിള്ള. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന ആധുനിക ചെറുകഥയുടെ ഉപജ്ഞാതാക്കൾ, അല്ലെങ്കിൽ ആധുനിക ചെറുകഥയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന മോപ്പസാങ്ങിന്റെ പേര് തന്റെ അലങ്കാര പേരായി, അല്ലെങ്കിൽ തന്റെ വിശേഷണമായി ചേർത്തിട്ടുള്ള, കൂടെ കൂട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകുന്ന
ശ്രീ തകഴിക്കാണ് എന്ത് കിട്ടുന്നത്? 1994 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്നത്. ആ പോയിന്റ് മറന്നു പോകരുത്. കേരള മോപ്പ സംഘം എന്നറിയപ്പെടുന്നത് തകഴിയാണ്. ഓക്കെ, ഇനി നോക്കിയേ, 95 ബാലാമണിയമ്മ, 95 ബാലാമണിയമ്മ. മക്കളെ 96 97 ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് വേണ്ട, നമുക്ക് പ്രധാനപ്പെട്ടത് മതി. പക്ഷെ ബാലാമണിയമ്മയെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കില്ലേ, സർ ഈ ബാലാമണിയമ്മയ്ക്കല്ലേ സരസ്വതി സമ്മാനം ആദ്യമായി കിട്ടിയത്? ആണ്, ബാലാമണിയമ്മയ്ക്കാണ് ആദ്യമായി സരസ്വതി സമ്മാനം കിട്ടുന്നത്. ഓക്കെ അല്ലടാ, നോക്കി. അപ്പോൾ ബാലാമണിയമ്മയ്ക്ക് 95. ഇനി 2021 പ്രധാനം പി വത്സല, 2022 എ സേതുമാധവൻ സേതു, അവിടെ സേതുവിനെ കുറിച്ച് ഒരു ചോദ്യം PSC ചോദിക്കും. പാണ്ഡവപുരം, പാണ്ഡവപുരം എന്ന നോവലിന്റെ കർത്താവ് ആരാ? പാണ്ഡവപുരം എന്ന നോവലിന്റെ കർത്താവ് ആരാണ്? എ സേതുമാധവൻ അഥവാ സേതുവാണ്. ഓക്കെ അല്ലേ? ദെൻ 2023 SK വസന്തനാണ്. 2023 ആരാണ്? SK വസന്തൻ. അപ്പോൾ നമുക്ക് എന്തറിയണം? SK വസന്തനെ കുറിച്ച് അറിയണം. നോക്കിയേ, SK വസന്തൻ മലയാള സാഹിത്യത്തിനും കേരള ചരിത്രത്തിനും നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ച 2023 SK വസന്തന് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നു. ഓക്കെ അല്ലേ? നോക്കി, എന്താണ്? മലയാള സാഹിത്യത്തിനും കേരള ചരിത്രത്തിനും നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ച്, ഒന്നുകൂടെ, മലയാള സാഹിത്യത്തിനും കേരള ചരിത്രത്തിനും അല്ലെങ്കിൽ കേരള ചരിത്ര പഠനത്തിനും നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ചാണ് 2023 എന്ത് നൽകുന്നത്? ഇത് നോക്കിയേ, എഴുത്തച്ഛനാണ് അവിടെ നൽകുന്നത്. നോക്കിയേ, കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു. ആ ബുക്കിന്റെ പേര് മറക്കരുത്, ഇമ്പോർട്ടന്റ്. കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു. നമ്മൾ നടന്ന വഴികൾ. ഇനി പടിഞ്ഞാറൻ കാവ്യമീമാംസ, കാൽപ്പാടുകൾ ഇവയാണ് പ്രധാന കൃതികൾ. സെറ്റല്ലേ മക്കളെ? നല്ല ചോദ്യമല്ലേ? അപ്പോൾ ഉറപ്പായിട്ട് PSC ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം ഇങ്ങനെയായിരിക്കും. ചുവടെ തന്നിരിക്കുന്നതിൽ SK വസന്തന്റെ കൃതി അല്ലാത്ത ഏതാ? അല്ലെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്നതിൽ SK വസന്തന്റെ കൃതികൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ എന്ത് വന്നാലും ഈ ചോദ്യങ്ങൾ മസ്റ്റാണ്, പഠിച്ചു വെച്ചോണം. കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, പടിഞ്ഞാറൻ കാവ്യമീമാംസ, കാൽപ്പാടുകൾ. സെറ്റല്ലേ മക്കളെ? മുമ്പോട്ട് പോകുന്നു. ഇനി 2024 NS മാധവനാണ്. 2024 മാധവൻ. ഒരുപക്ഷെ നമ്മൾ സാഹിത്യാസ്വാദകർ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിരുന്ന നമ്മൾ NS മാധവനെ തിരിച്ചറിയുന്നതും ആഘോഷിക്കുന്നതും ഒക്കെ തന്നെ ഹിഗ്ഗിറ്റയിലൂടെ ആയിരുന്നു. ആ ഹിഗ്ഗിറ്റയിലൂടെ നമുക്ക് പരിചിതനായി മാറിയ ഈ പറയുന്ന NS മാധവനാണ് 2024 എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്നത്. ഇനി അദ്ദേഹത്തിന്റെ മറ്റ് കൃതികൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന് ഏതാണ്? ഈ പറഞ്ഞ പോലെ ഹിഗ്ഗിറ്റയാണ്. ഒന്നാമത്തേതാ? ഹിഗ്ഗിറ്റ. രണ്ടാമത്തേത് ചൂളൈമേടിലെ ശവങ്ങൾ. എന്താണ്? ചൂളൈമേടിലെ ശവങ്ങൾ. ഇനി തിരുത്ത് ഒരു ചെറുകഥയാണ്, തിരുത്ത്. ഇനി പഞ്ചകന്യകകൾ, ഭീമച്ചൻ ഇവയെല്ലാം അദ്ദേഹത്തിന്റെ കഥാസമാഹാരങ്ങളാണ്. എന്നാൽ ഓർത്തു വെച്ചിരിക്കുക, NS മാധവനെ ഹിഗ്ഗിറ്റയ്ക്ക് ശേഷം നമ്മൾ ആഘോഷിക്കുന്നത് ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകളിലൂടെയാണ്. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. NS മാധവനെ അതിനുശേഷം ഹിഗ്ഗിറ്റയ്ക്ക് ശേഷം നമ്മൾ ആഘോഷിച്ച എവിടെയാണ്? ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകളിലൂടെ. എങ്ങനെ? ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനകൾ. സെറ്റല്ല? ഇനി നോക്കിയേ, 2025 പുരസ്കാരം നമ്മൾ പറഞ്ഞു. ആർക്കാ? KG ശങ്കരപിള്ളയ്ക്ക്. അതും സമഗ്ര സംഭാവന. കാരണം എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറഞ്ഞാലേ സമഗ്ര സംഭാവനയാണ്. ഓക്കെ അല്ലേ? നോക്കിയേ, ഞാൻ പറഞ്ഞു സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ കൂടെ പ്രശസ്തി പത്രവും ശില്പവുമുണ്ട്. ഇത് നോക്കിയേ, KG ശങ്കരപിള്ളയുടെ കവിതകൾ എന്ന സമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. എങ്ങനെ? KG ശങ്കരപിള്ളയുടെ കവിതകൾ എന്ന കൃതിക്ക് എന്ന കവിതാ സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി KG ശങ്കരപിള്ളയുടെ ബംഗാൾ ആധുനിക മലയാള കവിതയിലെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അപ്പൊ PSC ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇങ്ങനെയാണ്: ചുവടെ നൽകിയിരിക്കുന്നതിൽ ബംഗാൾ എന്ന കവിത എഴുതിയതാര്? അല്ലെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്നതിൽ KG ശങ്കരപിള്ളയുടെ കവിത തിരഞ്ഞെടുക്കുക. നമ്മുടെ ഉത്തരം വരുന്നു ബംഗാൾ. എന്താണ്? ബംഗാൾ ആധുനിക സാഹിത്യത്തിലെ മലയാള കവിതയിലെ നാഴികക്കല്ലാണ്. സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാന കൃതികളിലേക്ക് ഒന്ന് വരാം നമുക്ക്. നോക്കിയേ, അതിൽ പ്രധാനമാണ് ബംഗാൾ. 1984 ബംഗാൾ രചിക്കപ്പെടുന്നത്. ബംഗാൾ അയോധ്യ, ആനന്ദൻ, കഷണ്ടി, ഊർമിള, രമണൻ. ഒന്നുകൂടെ, ബംഗാൾ, അയോധ്യ, ആനന്ദൻ, കഷണ്ടി, ഊർമിള, രമണൻ, നന്നങ്ങാടികൾ. ഇനി നോക്കിയേ, പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ
പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ. ഇവയാണ് പ്രധാന കൃതികൾ. നോക്കിയേ, ബംഗാൾ, അയോധ്യ, ആനന്ദൻ, കഷണ്ടി, ഊർമിള, രമണൻ, നന്നങ്ങാടികൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ. ഇവയാണ് പ്രധാന കൃതികൾ. സെറ്റാണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഗ്യാപ്പ് ഇടുന്നില്ല, മുമ്പോട്ട് പോകുന്നു. വയലാർ അവാർഡ് നമുക്കറിയാം. എഴുത്തച്ഛൻ അവാർഡ് കഴിഞ്ഞാൽ PSC ഏറ്റവും വാല്യൂ ഉള്ളത് ഈ പറയുന്ന വയലാർ അവാർഡിന്. എപ്പോഴും ശ്രദ്ധിക്കുക മക്കളെ, നിങ്ങൾ എഴുത്തച്ഛൻ അവാർഡും വയലാർ അവാർഡും കംപ്ലീറ്റ് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? എഴുത്തച്ഛൻ അവാർഡും വയലാർ അവാർഡും എപ്പോഴും കംപ്ലീറ്റ് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഇതിനകത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഇടകലർത്തിയെന്ന് അല്ലെങ്കിൽ ഇടയ്ക്ക് നിന്നൊക്കെ തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ മുഴുവൻ ഞാനൊന്ന് പറയുന്നില്ല. ഇവിടെയും ഞാൻ പ്രധാനമായും ആദ്യത്തെയും ഇപ്പോൾ കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെയും അതിൻ്റെ അത് പറയുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കി വരാം നമുക്ക്. നോക്കിയേ, പ്രശസ്ത കവിയായ വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായി വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് വയലാർ അവാർഡ്. ഒന്നുകൂടെ, ഈ പുരസ്കാരം നൽകുന്നത് മലയാളത്തിൻ്റെ എക്കാലത്തെ മികച്ച കവിയുള്ള ഒരാളായ, മലയാളത്തിൻ്റെ എന്താ പറയുക, ഇത്രത്തോളം മലയാളത്തിൽ ആഘോഷിക്കപ്പെട്ട മറ്റൊരു ഗാനരചയിതാവില്ല അല്ലെ, ആ പറയുന്ന വയലാറിൻ്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന പുരസ്കാരമാണിത്. ഓക്കെ അല്ലേ? വയലാറിന് 2 വിശേഷണങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം. ഒന്ന് വിപ്ലവ കവി. എങ്ങനെയാണ്? വിപ്ലവ കവി. അതുപോലെ തന്നെ തൂലിക പടവാളാക്കിയ കവി. മക്കളെ, ഇത് രണ്ടും ആരാണ്? വയലാറാണ്. വിപ്ലവ കവി എന്ന് അറിയപ്പെടുന്നുണ്ട്, തൂലിക പടവാളാക്കിയ കവി എന്ന് അറിയപ്പെടുന്നുണ്ട്. വിപ്ലവ കവി എന്ന് അറിയപ്പെടുന്നു, തൂലിക പടവാളാക്കിയ കവി എന്ന് അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, ഇതിൽ വയലാർ അവാർഡ് ഏർപ്പെടുത്തുന്നത് 1977 കാരണം വയലാർ മരണപ്പെടുന്നത് 95 വയലാർ മരണപ്പെടുന്നത് 1975 1975 മരണപ്പെടുന്നു. 77 വയലാർ അവാർഡ് വരുന്നു. 77 വയലാർ അവാർഡ് വരുന്നു. പുരസ്കാര തുക 1 ലക്ഷം രൂപയാണ്. പുരസ്കാര തുക എത്രയാ? 1 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ എഴുത്തച്ഛൻ അവാർഡ്, 1 ലക്ഷം രൂപ വയലാർ അവാർഡ്. ഓക്കെ അല്ലേ? പ്രഥമ വയലാർ അവാർഡ് നേടുന്നത് ലളിതാംബിക അന്തർജനം. പ്രഥമ വയലാർ അവാർഡ് നേടുന്നത് ലളിതാംബിക അന്തർജനം. പ്രഥമ വയലാർ അവാർഡ് ലളിതാംബിക അന്തർജനം. നമുക്കറിയാം, ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അഗ്നിസാക്ഷി. ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാ? അഗ്നിസാക്ഷി. അഗ്നിസാക്ഷിയിലെ കേന്ദ്ര കഥാപാത്രത്തെ PSC പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ദേവകി മാനമ്പള്ളി. ഓക്കെ അല്ലേ? അപ്പൊ ദേവകി മാനമ്പള്ളിയാണ് ഈ പറയുന്ന വയലാർ അവാർഡ് അല്ലെങ്കിൽ വയലാർ അവാർഡ് നേടിയ ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷിയിലെ നായിക എന്ന് പറയുന്നത്. ഇത്രയും സെറ്റുള്ള ഓർത്തു വയ്ക്കാൻ പറ്റില്ലേ? അങ്ങനെയാണെങ്കിൽ മുന്നോട്ട്. ഇനി നോക്കിയേ, ആദ്യ ജേതാവ് നമ്മൾ പറഞ്ഞു ലളിതാംബിക അന്തർജനമായിരുന്നു. രണ്ടാമത്തെ ജേതാവ് PK ബാലകൃഷ്ണൻ, കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ. PK ബാലകൃഷ്ണൻ, കൃതി ഏതാണ്? ഇനി ഞാൻ ഉറങ്ങട്ടെ. അവിടെ സ്ഥിരമായി PSC ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർണൻ കേന്ദ്ര കഥാപാത്രമാകുന്ന നോവൽ അതാണ് PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ. ഒന്നുകൂടെ, കർണൻ കേന്ദ്ര കഥാപാത്രമാകുന്ന നോവൽ ഏതാ? PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇനി നോക്കിയേ, 1979 മലയാറ്റൂർ രാമകൃഷ്ണനാണ്, കൃതി യന്ത്രമാണ്. 1979 മലയാറ്റൂരാണ്, കൃതി ഏതാ? യന്ത്രം. ഒന്നുകൂടെ, 1949 മലയാറ്റൂരാണ്, കൃതി യന്ത്രമാണ്. ഇനി 2022 വരിക. അപ്പൊ 79 അല്ല, 79 കഴിഞ്ഞിട്ട് തകഴിക്ക് കിട്ടുന്നുണ്ട്, അത് കഴിഞ്ഞ് വൈലോപ്പള്ളി, ONV കുറുപ്പ്, അങ്ങനെ നീണ്ടുപോകുന്ന ഒരു വലിയ നിരയുണ്ട്. ഓക്കെ, പക്ഷെ നമുക്കിവിടെ പ്രധാനപ്പെട്ടത് നമ്മൾ പറയണമല്ലോ, അതുകൊണ്ടാണ് അടുത്ത നേരെ 2022 വന്നത്. അവരാരും പ്രധാനപ്പെട്ടതല്ല എന്നല്ല, അതും പഠിക്കണം. പക്ഷെ ഇവിടെ നമ്മൾ 2022 വരുന്നു. 2022 S ഹരീഷിന്റെ മീശ ഒരുപക്ഷെ കഴിഞ്ഞ കുറെ നാളുകൾക്കിടെ ഒരുപാട് വിമർശിക്കപ്പെട്ട അല്ലെങ്കിൽ നിരൂപകരാൽ പഠിക്കപ്പെട്ട ഒരു ബുക്ക് എന്ന് തന്നെ പറയണം അല്ലെ. പിന്നെ ഒരു കെയർ ഓഫ് ആനന്ദിയൊക്കെ ഉണ്ട്, അത് നിൽക്കട്ടെ, അതിന്റെ കഥയിലേക്കൊക്കെ വരാം. എന്നാൽ ഏറ്റവും കൂടുതൽ വിമർശന സ്ഥലങ്ങൾ ഏറ്റുവാങ്ങിയ ബുക്കുകളിലൊന്നാണ് എസ് ഹരീഷിന്റെ മീശ. എന്നാൽ അതിന് അത്രയേറെ വാല്യൂമുണ്ട്, നല്ലൊരു ബുക്കാണ് അല്ലെ. അപ്പോൾ എസ് ഹരീഷിന്റെ മീശയ്ക്ക് 2022 വയലാർ അവാർഡ്. 2023 ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം ആത്മകഥാംശമുള്ള ഒരു കൃതി കൂടെയാണത്. ആത്മകഥാംശമുള്ള ഒരു കൃതിയാണ് ഈ പറയുന്ന ജീവിതം ഒരു പെൻഡുലം. ഇനി 2024 അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ്. 2024 അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ്. ഒന്നുകൂടെ, അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ്. 2025 ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യം, പഠിച്ചു വെച്ചോണം. ഈ സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ. എങ്ങനെ? തപോമയിയുടെ അച്ഛൻ. നോക്കിയേ, 2025 വയലാർ അവാർഡ് ജേതാവാരാ? തപോമയിയുടെ അച്ഛൻ. ഒന്നുകൂടെ, തപോമയിയുടെ അച്ഛൻ. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ നമുക്ക് പഠിക്കേണ്ടത് നോക്കാം. നോക്കിയേ, 2012 ഏറ്റവും മികച്ച നോവലിനുള്ള
കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ഈ സന്തോഷ് കുമാറിന്റെ നോവലായിരുന്നു അന്ധകാരനഴി. ഏതാണ്? അന്ധകാരനഴി. നമുക്കറിയാം ഈ സന്തോഷ് കുമാറിനെ നമ്മൾ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല അല്ലെ. അദ്ദേഹം എഴുതി തുടങ്ങിയ കാലം മുതലേ അദ്ദേഹം നമുക്ക് സ്വീകാര്യനാണ്, പ്രിയപ്പെട്ടവനാണ് അല്ലെ. അദ്ദേഹത്തിന്റെ അന്ധകാരനഴി 2012 ഏറ്റവും മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതിയാണ് അന്ധകാരനഴി. ഇമ്പോർട്ടന്റ് ബുക്ക് അന്ധകാരനഴി. ആരുടെയാണ്? യെസ്, അതെ, സന്തോഷ് കുമാറിൻ്റെതാണ്. ഇനി നോക്കിയാൽ 2006 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സന്തോഷ് കുമാറിന്റെ ചെറുകഥാ സമാഹാരമാണ് ചാവുകളി. ഏതാണ്? ചാവുകളി. അപ്പോൾ ചെറുകഥാ സമാഹാരം ചാവുകളി 2006 എന്ത് നേടി? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി. സെറ്റല്ലേ മക്കളെ? വയലാർ അവാർഡ് ആദ്യത്തെ ആളും വേണം, ഒടുവിലത്തെ ആളും വേണം, പിന്നെ അല്ലറ ചില്ലറ കാര്യങ്ങളും വേണം. മസ്റ്റ് പഠിച്ചു വെച്ചോണം, ഉറപ്പായിട്ട് ചോദിക്കും. ഇനി മുമ്പോട്ട്, ഇനി ഇവിടെ നോക്കിയേ, ഓടക്കുഴൽ അവാർഡ്. ശ്രദ്ധിക്കുക, ഓടക്കുഴൽ അവാർഡ്. ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള കവിയായ ജി ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ അവാർഡ്. ഒന്നുകൂടെ, ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള കവിയായ ജി ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ അവാർഡ്. 1968 ജി ശങ്കരക്കുറുപ്പ് ജ്ഞാനപീഠ പുരസ്കാര തുകയുടെ ഒരു ഭാഗം ഉപയോഗിച്ച് രൂപീകരിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് മലയാളത്തിലെ ഏറ്റവും നല്ല കൃതിക്ക് ഈ പുരസ്കാരം നൽകുന്നത്. ഓക്കെ അല്ലെ? ഒന്നുകൂടെ, 1968 ജി ശങ്കരക്കുറുപ്പിന്റെ ലഭിച്ച തുകയുടെ ഒരു അംശം മാറ്റിവെച്ചാണ് എന്ത് ചെയ്തത്? ഈ പുരസ്കാരം ആരംഭിക്കുന്നത്. നമുക്കറിയാം ആദ്യത്തെ ജ്ഞാനപീഠം നേടിയ കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. ആദ്യ ജ്ഞാനപീഠം നേടിയ കവി. ആദ്യ ജ്ഞാനപീഠം പ്രഖ്യാപിക്കുന്നത് 1965. ആദ്യ ജ്ഞാനപീഠ ജേതാവ് 1965 അല്ലെ. ഇനി ആ തുകയിൽ നിന്നാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുള്ളത്. ഇനി ഈ പുരസ്കാരം നൽകുന്നത് ജിയുടെ ചരമദിനമായ ഫെബ്രുവരി 2 പുരസ്കാരം നൽകുന്നത് ജിയുടെ ചരമദിനമായ ഫെബ്രുവരി 2 ഇനി നോക്കിയേ, 1978 ശേഷമാണ് ഈ ഫെബ്രുവരി 2 ഈ പുരസ്കാരം നൽകുന്നത്. കാരണം അതിനു മുമ്പ് അദ്ദേഹം ജീവനോടുണ്ട്. മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ചരമദിനത്തിലേക്ക് ആ ഒരു പുരസ്കാരം കൊടുക്കുന്നത്, മാറ്റുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ പറയുന്ന പുരസ്കാരം നേടിയ, അതായത് ഓടക്കുഴൽ അവാർഡ് നേടിയ ആദ്യ വനിത ലളിതാംബിക അന്തർജനമാണ് അഗ്നിസാക്ഷി. ഓക്കെ അല്ലേ? ഓർത്തു വയ്ക്കാം, ഓടക്കുഴൽ അവാർഡ് നേടിയ ആദ്യ വനിത ആരാണ്? ലളിതാംബിക അന്തർജനമാണ്. കൃതി അഗ്നിസാക്ഷി. വർഷം 1977. വർഷം ഏതാ? 1977. ഇനി എം ലീലാവതിക്ക് ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതി വർണ്ണരാജിയാണ്. വർണ്ണരാജി 2025 ഒക്ടോബർ മാസവും PSC ചോദിച്ചിരുന്നു വർണ്ണരാജി എന്ന കൃതിയുടെ കർത്താവ്. അത് ഈ പറയുന്ന എം ലീലാവതിയാണ്. വർണ്ണരാജി ആരാണ് എഴുതിയത്? എം ലീലാവതി. വർണ്ണരാജി എം ലീലാവതി. ഇനി പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളും അതിലെ വർഷങ്ങളും ഒന്ന് നോക്കി വരാം നമുക്ക്. ഇവിടെ തുടങ്ങുന്നത് 1969. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, സർ 69 ആദ്യമായിട്ട് കിട്ടുന്നത്? അല്ല, അതിനാണ് ഞാനത് സെപ്പറേറ്റ് തന്നെ എഴുതാമെന്ന് കരുതിയത്. 1968 ആദ്യ പുരസ്കാരം ലഭിക്കുന്നത്. ആദ്യ പുരസ്കാരം കൊടുക്കുന്നത് ബാലകവിരാമനാണ്. ബാലകവിരാമന്റെ നാരായണീയം എന്ന കൃതിയുടെ പരിഭാഷയ്ക്കാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ അല്ലെ? 1968 ബാലകവിരാമന്റെ നാരായണീയം എന്ന കൃതിയുടെ പരിഭാഷയ്ക്കാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. ഇതൊരു തമിഴ് പരിഭാഷയായിരുന്നു. അത് കഴിഞ്ഞ് ഈ പുരസ്കാരം ആര് നേരിട്ട് കൊടുക്കുന്നതാണ്? ജി ശങ്കരക്കുറുപ്പ് നേരിട്ട് കൊടുക്കുന്നതാണ്. അതിൽ പോപ്പുലാരിറ്റിയും അതിൻ്റെ ഒരു റീച്ചും ഒക്കെ ഹെവിയായി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടാകണം ബാലകവിരാമന് കൊടുക്കുന്നത്. അന്ന് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ബാലകവിരാമൻ. ഇനി മക്കളെ ശ്രദ്ധിച്ചേ, ഇവിടെ 69 വരുമ്പോൾ ഔദ്യോഗികമായ പ്രഖ്യാപനം വരുന്നു. 69 അത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. 69 ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഒന്നുകൂടെ, 69 ആരാ? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കൃതി തുളസീദാസ രാമായണം. കൃതി ഏതാ? തുളസീദാസ രാമായണം. കൃതി ഏതാ? തുളസീദാസ രാമായണം. അവിടെ ഒരു ചോദ്യം വരും, കേരള തുളസീദാസൻ. കണ്ടോ? കേരള തുളസീദാസനാരാ? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കേരള തുളസീദാസനാരാ? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. സെറ്റല്ലട? കേരള തുളസീദാസൻ, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ദെൻ 70 OV വിജയൻ. 70 ആരാ? OV വിജയൻ. കൃതി ഖസാക്കിന്റെ ഇതിഹാസം. രവിയും അപ്പുക്കളയും അള്ളാപ്പിച്ച മുല്ലാക്കയും മൈമുനയും മാധവനും നൈജാമലിയും കുഞ്ഞാമിനെയും ഒക്കെ നിറഞ്ഞാടിയ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം 70. ഇനി 71 വൈലോപ്പിള്ളിയുടെ
വയലോപ്പള്ളിയുടെ വിട എന്ന കൃതിക്കാണ് എന്ത് ലഭിക്കുന്നത്? ഈ പറയുന്ന ഓടക്കുള്ള അവാർഡ് ലഭിക്കുന്നത്. മക്കളെ സെറ്റല്ലേ? ക്ലിയർ അല്ലടാ? അടിപൊളിയല്ലേ? മുമ്പോട്ട് പോകാലോ. ഇനി 2021 വരിക. 2021 സാറാ ജോസഫ് ആണ്. 2021 ആരാ? സാറാ ജോസഫ്. 2021 ആരാ? സാറാ ജോസഫ്. കൃതി ബുധിനി. നമുക്കറിയാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ നമ്മുടെ മുമ്പ് ജവഹർലാൽ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ച ഒരു പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയുടെ കഥ അതിൻ്റെ അകത്ത് പറയുന്നത് അല്ലേ. അപ്പൊ അതിൻ്റെ അകത്ത് ഈ ആ ഒരു ഗോത്ര വിഭാഗത്തെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ പറയാം. നമുക്ക് നോക്കിയേ. അപ്പോൾ 21 ആരാ? സാറാ ജോസഫ്, ബുധിനി. ദെൻ 22 അംബികാസുധൻ മങ്ങാട്, കൃതി പ്രാണവായു. അംബികാസുധൻ മങ്ങാട് കൃതി ഏതാ? പ്രാണവായു. അംബികാസുധൻ മങ്ങാട് കൃതി ഏതാ? പ്രാണവായു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കഥ പറഞ്ഞ് അംബികാസുധൻ മങ്ങാടിന്റെ കൃതിയാണ് യന്മഗജെ. ഓക്കെ അല്ലേ? ഓർത്തു വെക്കുക. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കഥ പറഞ്ഞ അംബികാസുധൻ മങ്ങാടിന്റെ കൃതി ഏതാ? യന്മഗജെ. ഈ യന്മഗജയിലെ കഥാപാത്രങ്ങൾ ഒന്ന് നോക്കി വെച്ചിരിക്കുക. നീലകണ്ഠൻ. ഓക്കെ. ദേവയാനി. ഇവരാണ് എന്തിലെ കഥാപാത്രങ്ങൾ? ഈ പറയുന്ന യന്മഗജയിലെ കഥാപാത്രങ്ങൾ ആരാ? നീലകണ്ഠനും ദേവയാനിയും. ഒന്നുകൂടെ, നീലകണ്ഠനും ദേവയാനിയും. സെറ്റിലടാ? ഇനി നോക്കിയേ. 2023 PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ്. ഇനി 2024 കെ അരവിന്ദാക്ഷൻ കൃതി ഗോപ. അപ്പൊ ഇവയാണ് പ്രധാനമായും നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ അല്ലെ? ഇതിൽ തന്നെ കെ അരവിന്ദാക്ഷന്റെ കൃതികൾ കൂടെ ഒന്ന് നമുക്ക് നോക്കി വെക്കാം. കാരണം കെ അരവിന്ദാക്ഷൻ 24 ജേതാവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൃതികൾ നമ്മൾ അറിയണം. ഓക്കെ. അതിൽ പ്രധാനപ്പെട്ട നോവലുകളാണ് തിരുത്തുക, നിലാവിന്റെ വിരലുകൾ, ജീവപര്യന്തം, സാക്ഷിമൊഴി, മറുപാതി, ഭോപ്പാൽ. ഏതൊക്കെയാണ്? തിരുത്തുക, നിലാവിന്റെ വിരലുകൾ, ജീവപര്യന്തം, സാക്ഷിമൊഴി, മറുപാതി, ഭോപ്പാൽ. ഇവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന നോവലുകൾ. ഓക്കെ അല്ലെ? എങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാന കഥകളൊന്ന് നോക്കി വരാം. നോക്കിയേ. അലക്കുയന്ത്രം, മീര ചോദിക്കുന്നു, എലിവേട്ടയ്ക്ക് ഒരു കൈപുസ്തകം, പുതിയ ഗോത്രത്തിന്റെ ഉൽപ്പത്തി. അപ്പൊ ഇവയൊക്കെ കഥകളാണ്. ക്ലിയർ അല്ലടാ? കൃതികൾ ഓരോന്നും ഓർത്ത് വയ്ക്കുക, കൃതികൾ ഓരോന്നും പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. മുന്നോട്ട് പോകുന്നു. അപ്പൊ ഈ ഒരു ഭാഗം ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ ഇതേ നമ്മൾ പോകുന്നത് മുട്ടത്ത് വർക്കി പുരസ്കാരത്തിലേക്ക്. മുട്ടത്ത് വർക്കി പുരസ്കാരമൊക്കെ PSC ഇതുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നോക്കി വയ്ക്കുക. പ്രശസ്ത സാഹിത്യകാരനായ മുട്ടത്ത് വർക്കിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് മുട്ടത്ത് വർക്കി പുരസ്കാരം. ആരുടെ സ്മരണാർത്ഥം? മുട്ടത്ത് വർക്കിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തി. ഇനി ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നത് 92 അതായത് ആദ്യമായിട്ട് കൊടുക്കുന്ന 92 പുരസ്കാര തുക 50,000 ആണ്. പുരസ്കാര തുക എത്ര? 50,000 രൂപ. ഓടക്കുഴൽ അവാർഡ് പുരസ്കാര തുക 30,000 രൂപ. ഇത് 50,000 രൂപ. ഇനി നോക്കിയേ. മുട്ടത്ത് വർക്കി പുരസ്കാരം സാധാരണ ഏപ്രിൽ 28 അത് വർക്കിയുടെ ജന്മദിനമാണ് പ്രഖ്യാപിക്കുകയും എല്ലാ വർഷവും മെയ് 28 വർക്കിയുടെ ചരമദിനമാണ് അന്ന് കൊടുക്കുകയും ചെയ്യും. ഓക്കെ അല്ലേ? അതായത് ഏപ്രിൽ 28 പ്രഖ്യാപിക്കുന്നു, മെയ് 28 കൊടുക്കുന്നു. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? മുന്നോട്ട് പോട്ടെ. ഇനി നോക്കിയേ. മുട്ടത്ത് വർക്കി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് OV വിജയനാണ്. മുട്ടത്ത് വർക്കി പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാ? OV വിജയൻ. ആദ്യമായി ലഭിച്ച വ്യക്തി ആരാ? OV വിജയൻ. സെറ്റല്ലടാ? OV വിജയൻ. എങ്കിൽ മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ വ്യക്തി വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താനെന്നും കഥകളുടെ രാജകുമാരൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. 93 വൈക്കം മുഹമ്മദ് ബഷീർ. സെറ്റല്ലേ മക്കളെ? നോക്കി വെച്ചേ. എങ്കിൽ മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് കമല സുരയ്യ. എങ്ങനെ? മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണ്? അത് കമല സുരയ്യാണ്. കമല സുരയ്യ. ഓക്കെ അല്ലേ? ആദ്യ വനിത കമല സുരയ്യ അല്ലെങ്കിൽ മാധവിക്കുട്ടി. ഓക്കെ. ഇനി മുട്ടത്ത് വർക്കി പുരസ്കാരം 2018 KR മീരയ്ക്കും 2019 ബെന്യാമിനും ലഭിക്കുന്നു. ഓക്കെ അല്ലേ? 2018 ആർക്കാണ്? KR മീര. 2019 ആർക്ക്? ബെന്യാമിൻ. 2019 ബെന്യാമിൻ. ക്ലിയർ അല്ലേ? അതോടെ മുട്ടത്ത് വർക്കി പുരസ്കാരം അവിടെ നമ്മൾ നിർത്തുകയാണ്. കാരണം 2019 ശേഷം മുട്ടത്ത് വർക്കി പുരസ്കാരം ഇതുവരെ കൊടുത്തിട്ടില്ല. അതുപോലെ വള്ളത്തോൾ അവാർഡ് മുട്ടത്ത് വർക്കി പുരസ്കാരവും ഇങ്ങനെ പകുതിയിൽ നിൽക്കുകയാണ്. അതിൻ്റെ പുതിയ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. കൊടുക്കും എന്നവർ പറയുന്നുണ്ട്. എന്ന് കൊടുക്കുന്നു, എപ്പോഴും കൊടുക്കുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. ചിലപ്പോൾ മുൻകാല പ്രാബല്യത്തോടെ കൊടുത്താലോ അല്ലേ? ശരി, നിൽക്കട്ടെ.
ഇനി വേണ്ടത് ഹരിവരാസനം അവാർഡ്. ഏതാണ്? ഹരിവരാസനം അവാർഡ്. ഒന്നുകൂടെ, ഹരിവരാസനം അവാർഡ്. ഇത് നോക്കിയേ, കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന്, നോക്കിയേ നല്ല പോയിന്റ് ആണ്, കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് സംയുക്തമായി ഏർപ്പെടുത്തി വരുന്ന പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം. ഇമ്പോർട്ടന്റ് ചോദ്യം. ആരൊക്കെ? കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് സംയുക്തമായി നടത്തി വരുന്ന പുരസ്കാരം. ഹരിവരാസനം അവാർഡിന്റെ സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. ഹരിവരാസനം അവാർഡിന്റെ സമ്മാനത്തുക 1 ലക്ഷം രൂപ. ഹരിവരാസനം അവാർഡ് ഏർപ്പെടുത്തിയത് 2012 മുതലാണ്. ഏർപ്പെടുത്തിയപ്പോഴാണ് 2012 മുതൽ. ഹരിവരാസനം അവാർഡ് ആദ്യമായി നേടിയത് KJ യേശുദാസ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ദാസേട്ടനാണ് ആദ്യമായിട്ട് ഹരിവരാസന പുരസ്കാരം നേടിയത്. ഒന്നുകൂടെ, ഹരിവരാസന പുരസ്കാരം ആദ്യമായി നേടിയത് ആരാ? അത് ദാസേട്ടനാണ്. 2013 നേടിയത് KG ജയൻ ആണ്. KG ജയൻ 2013 ആര് നേടി? KG ജയൻ. ഒന്നുകൂടെ, 2013 ആര് നേടി? KG ജയൻ നേടി. ഇനി നോക്കി വെച്ച് ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഹരിവരാസന പുരസ്കാരം ലഭിച്ച ആദ്യ സിനിമാ പിന്നണി ഗായികയാണ് KS ചിത്ര. ഹരിവരാസന പുരസ്കാരം ലഭിച്ച ആദ്യ പിന്നണി ഗായിക ആരാ? അത് KS ചിത്രയാണ്. 2023 ഹരിവരാസന പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് കിട്ടുന്നു. 2023 ആർക്ക് കിട്ടുന്നു? ശ്രീകുമാരൻ തമ്പിക്ക്. 2024 വീരമണിദാസൻ. 2024 വീരമണിദാസന്റെ 2025 വന്നിട്ടുണ്ട്. 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഒന്നുകൂടെ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അടുത്ത പുരസ്കാരമാണ് പത്മപ്രഭ പുരസ്കാരം. നോക്കിയേ, PSC പരീക്ഷകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പുരസ്കാരമാണ് പത്മപ്രഭ പുരസ്കാരം. ആധുനിക വയനാടിന്റെ ശില്പികളിൽ പ്രമുഖനായി പരിഗണിക്കുന്ന MK പത്മപ്രഭ ഗൗഡർ. നോക്കിയേ, ഈ ചോദ്യം പോലും PSC പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ആധുനിക വയനാടിന്റെ ശില്പി ആരാ? MK പത്മപ്രഭ ഗൗഡർ. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം 1996 സ്ഥാപിക്കപ്പെട്ടതാണ് പത്മപ്രഭ പുരസ്കാരം. സെറ്റല്ലേ മക്കളെ? പത്മപ്രഭ പുരസ്കാരം. നോക്കിയേ, പുരസ്കാര തുക എത്രയാ? 75,000 രൂപ. പുരസ്കാര തുക എത്ര? 75,000 രൂപ. 1996 ആദ്യ ജേതാവ് ഉണ്ണികൃഷ്ണൻ പുത്തൂറാണ്. ആരാണ്? ഉണ്ണികൃഷ്ണൻ പുത്തൂർ. ഒന്നുകൂടെ, ഉണ്ണികൃഷ്ണൻ പുത്തൂറാണ് ആദ്യ പുരസ്കാര ജേതാവ്. ഇനി 2020 ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. 2020 ജേതാവായ ശ്രീകുമാരൻ തമ്പി. 2020 ജേതാവായ ശ്രീകുമാരൻ തമ്പി. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, നമുക്കൊന്ന് നോക്കി വരാം. ഞാൻ പറഞ്ഞു 96 ഉണ്ണികൃഷ്ണൻ പുത്തൂറാണ്. 97 പൊൻകുന്നം വർക്കിയാണ്. 98 M അച്യുതനാണ്. അച്യുതൻ. ഇനി 2023 സുഭാഷ് ചന്ദ്രനും. 2024 റഫീഖ് അഹമ്മദും. 2025 ആലങ്കോട് ലീലാകൃഷ്ണനുമാണ്. അപ്പൊ ഇവിടെയാണ് ആ ചോദ്യം പ്രധാനം. 2025 പത്മപ്രഭ പുരസ്കാര ജേതാവാര? ആലങ്കോട് ലീലാകൃഷ്ണൻ. ഒന്നുകൂടെ, ആലങ്കോട് ലീലാകൃഷ്ണൻ. അപ്പൊ 2025 ജേതാവാര? ആലങ്കോട് ലീലാകൃഷ്ണൻ. ഓക്കെ അല്ല? നോക്കിയേ, പത്മപ്രഭ പുരസ്കാരം 2025 നേടിയിരിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ. ക്ലിയർ ആണേ? മുന്നോട്ട് പോകുന്നു എങ്കിൽ നോക്കിയേ, രാജ രവിവർമ്മ പുരസ്കാരത്തിലേക്ക്. രാജ രവിവർമ്മ പുരസ്കാരം ചിത്രകാരന്മാരിലെ രാജാവ്, രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരൻ. ഒന്നുകൂടെ, ചിത്രകാരന്മാരിലെ രാജാവ്, രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ എന്നീ വിശേഷങ്ങൾക്ക് അർഹനായ ചിത്രകാരനാണ് രാജ രവിവർമ്മ. നോക്കിയേ, കലാ സാംസ്കാരിക രംഗങ്ങളിൽ മികവ് കാണിക്കുന്ന വ്യക്തികൾക്ക് കേരള ലളിതകലാ അക്കാദമി. എങ്ങനെ? കേരള ലളിതകലാ അക്കാദമി അത് കേരള സർക്കാരിന് വേണ്ടി നൽകുന്ന പുരസ്കാരമാണ് രാജ രവിവർമ്മ പുരസ്കാരം. അതായത് നമുക്കറിയാം, നമ്മുടെ കേരള സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ചിത്രകല, ശില്പകല, ഫോട്ടോഗ്രാഫി, പെയിന്റിംഗ്, ഡ്രോയിങ് തുടങ്ങിയിട്ടുള്ള കലാമേഖലയിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് വന്നിട്ടുള്ള ഒരു സംഘടന അല്ലെങ്കിൽ സ്ഥാപനമാണ് കേരള ലളിതകലാ അക്കാദമി. നിലവിൽ അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മുരളി ചീരോത്താണ്. നോക്കിയേ, മുരളി ചീരോത്ത്. ഓക്കെ, മുരളി ചീരോത്ത് ഇദ്ദേഹമാണ്. ഈ മുരളി ചീരോത്ത് അധ്യക്ഷനായുള്ള കേരള ലളിതകലാ അക്കാദമിയാണ് എന്ത് പ്രഖ്യാപിക്കുന്നത്? ഈ പറയുന്ന രാജ രവിവർമ്മ പുരസ്കാരം കേരള സർക്കാരിന് വേണ്ടി പ്രഖ്യാപിക്കുന്നത്. ഓക്കെ അല്ല? ഇത് നോക്കിയേ, കേരളത്തിലെ മികച്ച ചിത്രകാരന്മാരെയും ശില്പികളെയും ആദരിക്കുന്നതിനായി എല്ലാ വർഷവും കേരള ലളിതകലാ അക്കാദമിയാണ് ഈ പുരസ്കാരം നൽകുന്നത്. 3 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ നായർ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമാണ് ഇതിലുള്ളത്. എന്താണ്? 3 ലക്ഷം രൂപയും
കാനായി കുഞ്ഞിരാമൻ നായർ രൂപകൽപ്പന ചെയ്ത ശില്പവും എന്തിലുണ്ട്? പ്രശസ്തി പത്രവും ഈ രാജാ രവിവർമ്മ പുരസ്കാരത്തിലുണ്ട്. ഓക്കെ അല്ലെ? ഇനി നോക്കിയേ, രാജാ രവിവർമ്മ പുരസ്കാരം ആദ്യമായി നൽകിയത് 2001 ആദ്യമായി നൽകിയത് എപ്പോഴാണ്? 2001. ഇനി ആദ്യ ജേതാവ് KG സുബ്രഹ്മണ്യനാണ്. KG സുബ്രഹ്മണ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ശില്പമൊക്കെ രൂപകൽപ്പന ചെയ്ത ശില്പിയായ കാനായി കുഞ്ഞിരാമൻ നായർക്ക് 2005 ഈ പുരസ്കാരം കിട്ടുന്നത്. 2005 ആർക്ക് കിട്ടി? കാനായി കുഞ്ഞിരാമൻ നായർക്ക്. മക്കളെ നോക്കിയേ, കാനായി കുഞ്ഞിരാമൻ നായരാണ് ഇതിന്റെ ശില്പം രൂപകൽപ്പന ചെയ്തത്. ആ ശില്പിക്ക് 2005 പുരസ്കാരം കിട്ടുന്നു. സെറ്റ് അല്ലേ? ഇനി നോക്കിയേ, 2001 KG സുബ്രഹ്മണ്യൻ. 2001 KG സുബ്രഹ്മണ്യൻ. 2002 MV ദേവൻ. 2002 MV ദേവൻ. 2002 ആരാ? MV ദേവൻ. ദെൻ 2019 BD ദത്തൻ. 2019 BD ദത്തൻ. 2022 സുരേന്ദ്രൻ നായർ. 2022 ആരാ? സുരേന്ദ്രൻ നായർ. ഒന്നുകൂടെ, 2022 ആരാ? സുരേന്ദ്രൻ നായർ. സെറ്റല്ലടാ. നോക്കിയപ്പോൾ 2022 ഒടുവിൽ നേടിയിരിക്കുന്നത് സുരേന്ദ്രൻ നായരാണ്. അപ്പൊ PSC ചോദിക്കുന്നത് എങ്ങനെയായിരിക്കാം? 2022 രാജാ രവിവർമ്മ പുരസ്കാരം നേടിയതാരാ? സുരേന്ദ്രൻ നായരാണ്. സെറ്റല്ലടാ. മുന്നോട്ട് പോകുന്നു. ഇനി നോക്കിയേ, JCB അവാർഡ്. ഒരുപക്ഷെ ഏതൊരു എഴുത്തുകാരനും ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു പുരസ്കാരമാണ് JCB പുരസ്കാരം. പക്ഷെ അവിടെ ഒരു കുഞ്ഞു കാര്യമുണ്ട്. JCB പുരസ്കാരം നിർത്തലാക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിർത്തിയിരിക്കുന്നു എന്നതാണ് നിലവിലുള്ള അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്, അവർ വീണ്ടും കൊടുക്കുമോ ഇല്ലയോ, അതിന്റെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അത് നിർത്തുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് ചില ചോദ്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നോക്കിയേ, JCB ലിറ്ററേച്ചർ ഫൗണ്ടേഷൻ മികച്ച ഇന്ത്യൻ എഴുത്തുകാരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ 2018 ആരംഭിച്ച പുരസ്കാരമാണ് JCB അവാർഡ്. എപ്പോഴാരംഭിച്ചു? 2018. ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ എഴുതിയതോ ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതോ ആയ കൃതികൾക്കാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത്. എങ്ങനെ? ഒന്നുകിൽ ഇന്ത്യൻ എഴുത്തുകാർ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയതാകണം, അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷകളിൽ ഏതിനെങ്കിലും എഴുതിയതിനെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ടാകണം. പുരസ്കാര തുക 25 ലക്ഷം രൂപ. ഇത് തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു പുരസ്കാരത്തിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. എത്ര രൂപയാ? 25 ലക്ഷം രൂപ. ഒന്നുകൂടെ, 25 ലക്ഷം രൂപ, 1/4 കോടി രൂപ അല്ലെ? ഇതൊക്കെ കൃതി വിവർത്തനം ചെയ്യുന്ന വ്യക്തിക്ക് 10 ലക്ഷം രൂപയും പുരസ്കാരമായി നൽകും. എഴുതുന്ന ആൾക്ക് മാത്രമല്ല, വിവർത്തനം ചെയ്യുന്ന ആൾക്ക് എത്ര ഇടും? 10 ലക്ഷം രൂപ കൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, 2018 പ്രഥമ JCB പുരസ്കാരം. 2018 പ്രഥമ JCB പുരസ്കാരം ലഭിക്കുന്നത് ബെന്യാമിനാണ്. പ്രഥമ പുരസ്കാരം ലഭിക്കുന്ന ആർക്കാണ്? ബെന്യാമിനാണ്. ഈ ബെന്യാമിൻ നമുക്കറിയാം, ബെന്നി ഡാനിയൽ, അതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ബെന്യാമിൻ തൂലികാനാമാണ്. യഥാർത്ഥ പേരെന്താ? ബെന്നി ഡാനിയൽ. ഇനി നോക്കിയേ, പ്രഥമ JCB പുരസ്കാരം ബെന്യാമിന് കിട്ടുന്നത് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന കൃതിക്കാണ്. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ. ഓർക്കുക, അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായിരുന്നു ജാസ്മിൻ ഡേയ്സ്. ഇംഗ്ലീഷ് പരിഭാഷ എന്താ? ജാസ്മിൻ ഡേയ്സ്. ഇംഗ്ലീഷ് പരിഭാഷ ജാസ്മിൻ ഡേയ്സ്. സെറ്റല്ലടാ. നോക്കിയേ, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഷഹനാസ് ഹബീബ്. ആരാണ്? ഷഹനാസ് ഹബീബ്. ഒന്നുകൂടെ, ഷഹനാസ് ഹബീബ്. വിവർത്തനം ചെയ്തത് ഷഹനാസ് ഹബീബ്. 2020 S ഹരീഷിന്റെ മീശ എന്ന കൃതിക്ക് പുരസ്കാരം ലഭിക്കുന്നു. S ഹരീഷിന്റെ മീശ എന്ന കൃതിക്ക് 2020 പുരസ്കാരം ലഭിച്ചു. ഇനി മീശയുടെ ഇംഗ്ലീഷ് വിവർത്തനം തയ്യാറാക്കിയത് ജയശ്രീ കളത്തിൽ അല്ലെ? നിലവിൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവർത്തക കൂടിയാണ് ജയശ്രീ കളത്തിൽ. സോ ജയശ്രീയാണ് എന്ത് ചെയ്തത്? 2020 S ഹരീഷിന്റെ മീശ എന്ന കൃതി വിവർത്തനം ചെയ്യുന്നത്. സെറ്റിലട. ഇനി 2021 M മുകുന്ദന്റെ ഡൽഹി ഗാഥകൾ. എങ്ങനെ? ഡൽഹി ഗാഥകൾ എന്ന കൃതിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഡൽഹി സോളിലോക്കി എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. ഡൽഹി സോളിലോക്കി. ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയിരിക്കുന്നത് ഫാത്തിമ ഈവിയും നന്ദകുമാർ കെയുമാണ്. ഫാത്തിമ ഈവിയും നന്ദകുമാർ കെയും. ഇനി 2023 വിജയി പെരുമാൾ മുരുകനാണ്. കൃതി ആലന്തപ്പച്ചി. കൃതി ഏതാ? ആലന്തപ്പച്ചി. ഒന്നുകൂടെ, കൃതി ഏതാ? ആലന്തപ്പച്ചി അഥവാ ഫയർ ബേഡ്. അപ്പൊ ചോദ്യം വരുന്നത് 2023 വിജയി ആരാണ്? പെരുമാൾ മുരുകൻ. 2023 വിജയി ആരാണ്? പെരുമാൾ മുരുകൻ. ഇനി നോക്കിയ മക്കളെ, 2024 JCB പുരസ്കാര ജേതാവ് ഉപമന്യു ചാറ്റർജി. പേര് പറഞ്ഞേ,
ഉപമന്യു ചാറ്റർജി. പേര് പറഞ്ഞേ, ഉപമന്യു ചാറ്റർജി. ഒന്നുകൂടെ, ഉപമന്യു ചാറ്റർജി. ആ പേര് പഠിച്ചു വെച്ചോ, ഉപമന്യു ചാറ്റർജി. ഇനി കൃതി ഏതാണെന്ന് അറിയണ്ടേ? ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ്. എങ്ങനെ? ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ്. ഒന്നുകൂടെ, ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് ആണ് കൃതി. ആ കൃതിക്കാണ് എന്ത് ലഭിക്കുന്നത്? ഈ പറയുന്ന JCP പുരസ്കാരം കിട്ടുന്നത്. അപ്പോൾ നിലവിൽ ഇതുവരെ 2024 വരെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ നിലവിൽ ആ ഒരു പുരസ്കാരം, അതായത് JCP ഫൗണ്ടേഷൻ തൽക്കാലത്തേക്ക് പുരസ്കാരം കൊടുക്കുന്നത് നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ബുദ്ധിമുട്ട് എന്ന് നമുക്കറിയില്ല. എന്തിനായിരുന്നാലും ഇനി വീണ്ടും ആരംഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഏറ്റവും ഉയർന്ന പ്രൈസ് എമൗണ്ട് ഉള്ളതാണ്. അത്രയേറെ നിലവിൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു പുരസ്കാരം കൂടിയാണ് അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ബാക്കി അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നോക്കിയേ, അപ്പോൾ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ JCB അവാർഡ് സെറ്റ്. ഇക്കൂട്ടത്തിൽ ഒരു മുന്നറിയിപ്പും കൂടാതെ നിർത്തിവെച്ചിരിക്കുന്ന, എൻ്റെ ഒരു പരാതിയും പരിഭവം കൂടെ ഉണ്ടോ, ഒരു മുന്നറിയിപ്പും കൂടാതെ നിർത്തിവെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്, ഒരു വൈകാതെ പ്രഖ്യാപിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം തന്നെ കുറച്ച് കാലമായി. എങ്കിലും അങ്ങനെ നിർത്തിവെച്ചിരിക്കുന്ന ഒരു പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം. എങ്കിലും PSCക്ക് അത് പൊന്നോമനയാണ് അല്ലേ. നോക്കിയേ, വള്ളത്തോൾ സാഹിത്യ സമിതി അന്തരിച്ച പ്രശസ്ത മലയാള കവിയായ വള്ളത്തോളിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം. എങ്ങനെ? വള്ളത്തോൾ സാഹിത്യ സമിതി അന്തരിച്ച പ്രമുഖ കവിയായ മലയാള ഭാഷയുടെ ശബ്ദസുന്ദരം, അതുപോലെ തന്നെ മലയാള ഭാഷയുടെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ വാത്മീകിയും ഒക്കെയായി വിശേഷിപ്പിക്കുന്ന, കേരളത്തിൻ്റെ വാത്മീകിയും ഒക്കെയായി വിശേഷിപ്പിക്കപ്പെടുന്ന വള്ളത്തോൾ നാരായണമേനോന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം. വള്ളത്തോൾ പുരസ്കാരം നോക്കിയേ, മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണിത്. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ഈ പുരസ്കാരം കൊടുക്കുക. എന്തിനാണ് സമഗ്ര സംഭാവനയ്ക്ക്? പുരസ്കാര തുക ഈ രസമുള്ള ഡിജിറ്റ് തന്നെ നോക്കി വെച്ച് 5-1 1,11,111 രൂപ. 1-1-1-1-1 ഓക്കെ അല്ലേ. 1,11,111 രൂപയാണ് പുരസ്കാര തുക. ഇനി നോക്കിയേ, വള്ളത്തോൾ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തിയായിരുന്നു പാലാ നാരായണൻ നായർ. വള്ളത്തോൾ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആരാ? പാലാ നാരായണൻ നായർ. ഒന്നുകൂടെ, ആദ്യ വ്യക്തി ആരാ? പാലാ നാരായണൻ നായർ. സെറ്റിലട, ആദ്യ വ്യക്തി പാലാ നാരായണൻ നായർ. അങ്ങനെയാണെങ്കിൽ വള്ളത്തോൾ പുരസ്കാരം നേടിയ ആദ്യ വനിത ബാലാമണി അമ്മയാണ്. ആദ്യ വനിത ആരാ? ബാലാമണി അമ്മ. ആദ്യ വനിത ആരാ? ബാലാമണി അമ്മ. ഇനി 2019 വള്ളത്തോൾ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് പോൾ സക്കറിയയ്ക്ക്. അതായത് ഒടുവിൽ പോൾ സക്കറിയയ്ക്കാണ് ഈ പറയുന്ന ഒരു പുരസ്കാരം ലഭിച്ച് നിൽക്കുന്നത്. ഓക്കെ, നോക്കിയേ, 91 പാലാ നാരായണൻ നായർക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കൃതിയാണ് കേരളം വളരുന്നു. കേരളം വളരുന്നു. കേരളം വളരുന്നു എന്ന കവിതയുടെ കർത്താവ് പാലാ നാരായണൻ നായരാണ്. ആ ചോദ്യം പഠിച്ചു വയ്ക്കണം. എങ്ങനെ? കേരളം വളരുന്നു എന്ന കവിതയുടെ കർത്താവ് ആരാ? പാലാ നാരായണൻ നായർ. ഇനി 93 ബാലാമണി അമ്മയും വൈക്കം മുഹമ്മദ് ബഷീറും. 93 ബാലാമണി അമ്മയും വൈക്കം മുഹമ്മദ് ബഷീറും. ഇനി 94 പൊൻകുന്നം വർക്കി. പെട്ടെന്ന് കേൾക്കുമ്പോൾ ശബ്ദിക്കുന്ന കലപ്പയായിരിക്കും ഓർമ്മ വരിക അല്ലെ. പൊൻകുന്നം വർക്കി. ഇനി നോക്കിയേ, 2016 ശ്രീകുമാരൻ തമ്പി. 2017 പ്രഭാവർമ്മ. മലയാളത്തിന് ഞാൻ 4ാമത്തെ സരസസമ്മാനം നേടുന്ന പ്രഭാവർമ്മ. 2018 എം മുകുന്ദൻ. 2019 സക്കറിയ. അപ്പൊ ഇവരാണ് ജേതാക്കൾ. ഇതിൽ തന്നെ ഓർത്തു വയ്ക്കുക, മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവലായ ഇതാണ് എൻ്റെ പേര് എഴുതിയത് സക്കറിയാണ്. എങ്ങനെ? ഇതാണ് എൻ്റെ പേര്. ഒന്നുകൂടെ, മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവലായ ഇതാണ് എൻ്റെ പേര് എഴുതിയത് ആരാ? സക്കറിയ. ഇതാണ് എൻ്റെ പേര് എഴുതിയത് സക്കറിയ. മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവലാണ്. ഇനി 1979 സക്കറിയയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഒരിടത്ത്. ഓക്കെ അല്ലേ. ഒന്നുകൂടെ, 1979 സക്കറിയയ്ക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്തത് ഈ പറയുന്ന ഒരിടത്താണ്. ഇനി ശ്രദ്ധിച്ചേ, ഭാസ്കര പട്ടേലിനും എൻ്റെ ജീവിതവും. നോക്കിയേ, ബുക്ക് ചെയ്താ ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും. എടാ കത്തുന്നില്ലേ? ഓർമ്മ വരുന്നില്ലേ? ഏതാ സംഭവം? വിധേയൻ അല്ലെ. വിധേയൻ മമ്മൂക്കയ്ക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രങ്ങളിലൊന്ന് വിധേയൻ. ആ വിധേയന്റെ കഥ ഈ പറയുന്ന ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവുമാണ്. ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും നോക്കി വെച്ചേ. അപ്പൊ ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതം എഴുതിയിരിക്കുന്ന ആരാ? സക്കറിയ. ഒന്നുകൂടെ, ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതം എഴുതിയതാരാ? സക്കറിയ. മക്കളെ, അപ്പൊ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റാ, വളരെ ഇമ്പോർട്ടൻ്റ്. പ്രത്യേകിച്ച് ദേശീയ പുരസ്കാരം നേടുന്ന വ്യക്തികൾ, അവരുടെ സിനിമകൾ, സംവിധായകർ, എഴുത്തുകാർ, അപ്പൊ ഇതൊക്കെ തന്നെ വളരെ പ്രധാനമാണ്. സോ പഠിച്ചു വെച്ചോണം. അപ്പോൾ ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതം എഴുതിയതാരാ? സക്കറിയ. ചിത്രം ഏതാണ്? വിധേയൻ.
ഇനി നോക്കിയേ, തകഴി സാഹിത്യ പുരസ്കാരം. ഏതാണ്? തകഴി സാഹിത്യ പുരസ്കാരം. മലയാള ഭാഷാ സാഹിത്യത്തിലെ മികച്ച എഴുത്തുകാരെ ആദരിക്കുന്നതിനാണ് ഈ പുരസ്കാരം നൽകുന്നത്. പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് തകഴി സ്മാരക ട്രസ്റ്റ് ആണ്. പുരസ്കാരം ഏർപ്പെടുത്തിയതാരാ? തകഴി സ്മാരക ട്രസ്റ്റ്. പുരസ്കാര തുകയോ 50,000 രൂപ. പുരസ്കാര തുക എത്ര? 50,000 രൂപ. ആദ്യ പുരസ്കാരം 2014 പ്രൊഫസർ ബാലചന്ദ്രൻ നേടി. ആര് നേടി? പ്രൊഫസർ ബാലചന്ദ്രൻ 2014 നേടി. 2015 എൻ ഡി വാസുദേവൻ നായരും, 2023 എം മുകുന്ദനും, 2024 എം കെ സാനുവും കരസ്ഥമാക്കി. സെറ്റല്ലടാ? ഒന്ന് നോക്കിയേ, 2014 ആരംഭിച്ചു. ആദ്യ ജേതാവ് പ്രൊഫസർ ബാലചന്ദ്രൻ. പ്രൊഫസർ ബാലചന്ദ്രൻ, മാറിപ്പോരുത്, പ്രൊഫസർ ബാലചന്ദ്രൻ. രണ്ടാമത്തെ പുരസ്കാരം എം ജി വാസുദേവൻ നായർ. എൻ ഡി, നിളയുടെ കഥാകാരൻ അല്ലെ? നിളയുടെ കഥാകാരൻ. നമുക്കറിയാം 2024 പോയപ്പോ അല്ലെങ്കിൽ 2024 വർഷം കഴിഞ്ഞപ്പോ കൂടെ എന്ത് ചെയ്തു? എം ഡി എം കൂടെ കൊണ്ടുപോയി അല്ലെ? അപ്പോൾ ഉറപ്പായിട്ടും എം ഡി സാറ് നമുക്ക് അത്ര പ്രിയങ്കരൻ, അല്ലെങ്കിൽ മലയാള ഭാഷയ്ക്ക് അത്ര പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് അദ്ദേഹം. ഉറപ്പായിട്ടും അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അതിലൊരു നല്ല ചോദ്യമാണ്. തകഴി സാഹിത്യ പുരസ്കാരം നേടിയ രണ്ടാമത്തെ കക്ഷിയാണ് ആരാ? എം ജി വാസുദേവൻ നായർ. സോ 2023 എം മുകുന്ദനും, 2024 എം കെ സാനുവും. 2024 എം കെ സാനു. ഇനി ഈ ചോദ്യം നോക്കിയേ. ഈ ചോദ്യം ഈ അടുത്ത് കേരള PSC, അതായത് ഈ വർഷം PSC ചോദിച്ചൊരു ചോദ്യമാണ്. 2025 68/2025 PSC ചോദിച്ചൊരു ചോദ്യമാണ്. ചോദ്യം നോക്കിയേ. 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ്. നോക്കിയേ, 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷനില് പി സച്ചിദാനന്ദനുണ്ട്, കെ സച്ചിദാനന്ദനുണ്ട്, പെരുമ്പടവുമുണ്ട്, ബെന്യാമിനുണ്ട്. സത്യത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ കൂടുതലും പി സച്ചിദാനന്ദനും കെ സച്ചിദാനന്ദനും കിടക്കുന്നതുകൊണ്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ ഇതിൽ ആരെങ്കിലും ഒരാളായിരിക്കും എന്നൊരു ചിന്ത ഉണ്ടാക്കിയെടുക്കാനാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇടുന്നത്. നമ്മളതിൽ വീഴണ്ട. അന്ന് കിട്ടുന്നത് പെരുമ്പടവം ശ്രീധരനാണ്. 2023 ജേതാവ് ആരാണ്? പെരുമ്പടവം ശ്രീധരൻ. ഓക്കെ അല്ലേ? പെരുമ്പടവം ശ്രീധരൻ. സമ്മാനത്തുക നോക്കിയേ. സമ്മാനത്തുക 10,001 രൂപ. സമ്മാനത്തുക എത്രയാ? 10,001 രൂപ. സമ്മാനത്തുക എത്രയാ? 10,001 രൂപ. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം. നോക്കിയേ, കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം, അതും നമ്മൾ അറിയണം. കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം. ഇവിടെ 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നോക്കാം നമുക്ക്. അത് ഡോക്ടർ എം ലീലാവതിക്കാണ്. ഡോക്ടർ എം ലീലാവതി. മക്കളെ നോക്കിയേ, പടയണിയുടെ കവി അതാണ് കടമ്മനിട്ട. പടയണിയുടെ കവി. പടയണിപ്പാട്ടിന്റെ താളക്രമങ്ങളെ അനുകരിച്ച് കവിതാവതരണം നടത്തിയിരുന്നത് കടമ്മനിട്ടയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ പുരസ്കാരം കൊടുത്തു തുടങ്ങുന്നത് 2015 ആദ്യ ജേതാവ് ONV കുറുപ്പ്. രണ്ടാമത്തേത് 2, 3 ഓരോ പുരസ്കാരങ്ങളും അതിനുശേഷം എല്ലാവർക്കും കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് പ്രധാനം നോക്കിയേ, 2019 സുഗതകുമാരി. 2019 ആരാ? സുഗതകുമാരി. 2020 ആരാ? KG ശങ്കരപിള്ള. എഴുത്തച്ഛൻ അവാർഡിൽ നമ്മൾ പഠിച്ചില്ലേ? KG ശങ്കരപിള്ള. 2023 പ്രഭാവർമ്മ. 2025 ഇപ്പോ എം ലീലാവതി. നമ്മളൊന്ന് പഠിച്ചൊരു ബുക്കുണ്ട്, വർണ്ണരാജി അല്ലെ? വർണ്ണരാജി എം ലീലാവതി. വൺ ഇമ്പോർട്ടൻ്റ്. ഇനി പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാനം നേടിക്കൊടുത്ത കൃതി ഏതാ? രൗദ്രസാത്വികം. ഏതാണ്? രൗദ്രസാത്വികം. ചോദിക്കുമേ, രൗദ്രസാത്വികം. സെറ്റല്ലേ? രൗദ്രസാത്വികം. ക്ലിയർ ആണോ? അപ്പൊ ഒന്നുകൂടെ, പടയണിപ്പാട്ടിന്റെ താളക്രമങ്ങളെ അനുകരിച്ച് കവിതാവതരണം നടത്തിയിരുന്ന കടമ്മനിട്ട രാമകൃഷ്ണന്റെ പേരിലുള്ളതാണ് ഈ പുരസ്കാരം. 2025 ജേതാവ് ഡോക്ടർ എം ലീലാവതി. ഓക്കെ അല്ലേ? 2025 ജേതാവ് ആരാണ്? ഡോക്ടർ എം ലീലാവതി. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ നോക്കിയേ, ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ പഠിച്ചിരിക്കേണ്ട ഇനി വരുന്ന പരീക്ഷ എഴുതപ്പോൾ ഇനി നമ്മൾ ഒരു പുതിയ എക്സാം കാലത്തിലേക്ക് കടക്കുന്നു. ഈ എക്സാം കാലത്തിൽ നമ്മൾ പഠിക്കേണ്ട എല്ലാ സാഹിത്യ പുരസ്കാരങ്ങളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു ഭാഗം ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാതെ, ഒരു പോയിന്റ് പോലും നഷ്ടമാക്കാതെ പഠിക്കുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.